ഹായ് ഫ്രണ്ട്സ്. നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ മിന്നുവിൻ്റെ മിന്നുവിനെയും കൊണ്ട് നമ്മൾ അവളുടെ ഓട്ടിസം ഐഡൻറ്റിഫൈ ചെയ്ത കാര്യങ്ങളും ഒക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3.25 വയസ്സിൽ ഒക്കെ ഞങ്ങൾ കോട്ടയത്തേക്ക് ഷിഫ്റ്റായി. ട്രിവാൻഡ്രത്തൊരു ഡോക്ടറെ കാണിച്ചപ്പോഴാണ് പറഞ്ഞത് നമ്മൾ ഐക്കോൺസ് എന്നുള്ള ഒരു സ്ഥാപനമുണ്ട്, അത് ഷൊർണൂരും കോട്ടയം പിന്നെ ട്രിവാൻഡ്രം, അങ്ങനെ 3 സ്ഥലത്താണുള്ളത്. അതിനകത്ത് നമുക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലം കോട്ടയമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നമ്മുടെ വീടുമായിട്ട് അധികം ദൂരമില്ലല്ലോ, അത്യാവശ്യം തിരിച്ച് വീട്ടിൽ വരാനും കേരള സൗകര്യത്തിന് ഞങ്ങൾ കോട്ടയത്ത് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ അന്നേരം പിന്നെ ഞങ്ങളവിടെ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ അടുത്തായിരുന്നു ഐക്കോൺസ്. അവിടെ അടുത്തൊരു വീട് റെൻറ്റിനെടുത്ത് ഞങ്ങളവിടെ വാടകയ്ക്ക് താമസിച്ചു. നമുക്ക് ഒരു കൊച്ചു വീട് കിട്ടി. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ നമുക്ക് അപ്പോഴും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ഈ പോരുമല്ലോ, കാരണം നമുക്ക് ഒത്തിരി കാലമൊന്നും വേണ്ട. ഇത് പെട്ടെന്ന് മാറുന്ന ഒരു സംഭവമാണ്. കാരണം നമ്മൾ ചെന്ന് കാണുമ്പം ഡോക്ടേഴ്സ് പോലും നമ്മളുടെ ഒരു ടെൻഷനും പ്രയാസവും ഒക്കെ കാണുമ്പം അവർ നമ്മളോട് ശരിക്കും ഓപ്പണായിട്ട് പറയുന്നില്ല. കുറച്ച് നാൾ ട്രെയിനിങ് വേണം എന്നൊക്കെ പറയും. അപ്പം നമ്മുടെയൊക്കെ വിചാരം എന്ന് പറയുന്നത് അത് വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് തിരിച്ചു വരാം, അപ്പോൾ തൽക്കാലത്തേക്ക് വാടകയൊക്കെ കുറവുള്ളൊരു കൊച്ചു വീട് വല്ലതും എടുത്താൽ മതി എന്നൊക്കെ പറഞ്ഞ അത്ര ഒരു ഇതേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അതിനെക്കുറിച്ചൊക്കെ. അപ്പം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഈ ജോത്സ്യമൊക്കെ നോക്കുമല്ലോ. പുള്ളിയിൽ ഒക്കെ അതിലൊന്നും വലിയ വിശ്വാസമല്ല. പക്ഷേ എൻ്റെ വീട്ടിൽ ഞാനൊക്കെ നേരത്തെ ഒന്നും അങ്ങനെ ചെയ്യത്തില്ലായിരുന്നു. മോളുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിങ്ങനെ ജോത്സ്യന്മാരെയൊക്കെ കാണാൻ പോവുകയും അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയും 5 വയസ്സിലൊക്കെ എല്ലാം ശരിയാവും അങ്ങനെയൊക്കെ പറയാം. അപ്പം നമ്മൾ 3.25 വയസ്സിലല്ലേ, ഇത്ര ഒരു 1.5 വർഷത്തെ കാര്യമല്ലേ ഉള്ളൂ. ഇങ്ങനെയൊക്കെ നമ്മുടെ ഒരു വിശ്വാസമൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞങ്ങളവിടെ പിന്നെ എന്നെ കല്യാണം ആലോചിച്ച് വന്ന സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് ഒറ്റ ഡിമാൻഡേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ ജോലിക്ക് പോകണം. അങ്ങനെയായിരുന്നു. രണ്ടുപേരും സമ്പാദിക്കണം, അപ്പോൾ ആ ഒരു രീതിയിൽ പോകണം എന്നൊക്കെയുള്ള ആഗ്രഹമായിരുന്നു. അപ്പം എനിക്കാണെങ്കിലും നിർബന്ധമായിരുന്നു ജോലിക്ക് പോകണം. എനിക്കും അങ്ങനെ തന്നെയുള്ള നിർബന്ധമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ തീരുമാനിച്ചായിരുന്നു. കല്യാണത്തിനൊക്കെ മുമ്പേ അങ്ങനെ ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പം പിന്നെ ജോലിക്ക് കുറച്ച് നാൾ ഞാൻ +2 പഠിപ്പിക്കാനൊക്കെ പോയി. പിന്നെ അപ്പോൾ ടീച്ചിങ് പ്രൊഫഷൻ വലിയ ഇഷ്ടമായിരുന്നു എനിക്ക്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റൊക്കെ എഴുതിയെടുക്കാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം MA with B.Ed ആണ്. അപ്പം ഞാൻ സെറ്റൊക്കെ എഴുതിയെടുക്കാൻ ഞാൻ ഒരുപാട് പ്രയാസപ്പെട്ടു. കാരണം എൻ്റെ മോളുടെ അവസ്ഥ ഒക്കെ ഞാൻ 2 വയസ്സിലൊക്കെ തിരിച്ചറിഞ്ഞു. പക്ഷെ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞാലും നമുക്കൊരു സീരിയസ്നെസ് ഒന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ ഇവൾക്ക് ഉറക്കമില്ല, പിന്നെ എപ്പോഴും ഞാൻ എടുത്തുകൊണ്ട് നടക്കണം, പിന്നെ അല്ലെങ്കിൽ പാല് കുടിച്ചുകൊണ്ട് കിടക്കണം, അല്ലെങ്കിൽ തൊട്ടിയിൽ ആട്ടി അങ്ങനെ കിടക്കണം. അപ്പം എൻ്റെ കൈ മാറാൻ ഒരു ചേഞ്ച് എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ കയ്യിലോട്ടേ പോകത്തുള്ളായിരുന്നു. എൻ്റെ അമ്മയുടെ അടുക്കലൊന്നും ഒരു ശകലം പോലും അടുക്കത്തില്ലായിരുന്നു. അപ്പം നമുക്ക് ഉറങ്ങാനും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ആകപ്പാടെ ക്ഷീണവും, നമുക്ക് പഠിക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നിട്ടും അങ്ങനെ ഇതിന്റെ സീരിയസ്നെസ് അറിയാത്തതുകൊണ്ടായിരിക്കും ജോലിക്കൊക്കെ പോകാൻ പറ്റും, അതിനൊന്നൊരു പ്രശ്നവും ഇല്ല. അങ്ങനെ ഒരു തീരുമാനമൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഊണും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് പഠിച്ചു എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരു അവസ്ഥ തന്നെയായിരുന്നു. അങ്ങനെയാണ് സെറ്റ് എഴുതി കിട്ടിയത്. അപ്പോഴും +2 പഠിപ്പിക്കാൻ പോകണം, അതൊക്കെ തന്നെയായിരുന്നു സ്വപ്നം. അത്രയും കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും നമ്മൾ അതെല്ലാം ചെയ്തത്. അങ്ങനെ കുറച്ച് നാളൊക്കെ നമ്മൾ ഗസ്റ്റായിട്ടൊക്കെ NSSന്റെ ഇതിൽ നമ്മളെ ഗസ്റ്റായിട്ടൊക്കെ വിട്ടു. പിന്നെ നമ്മളെ ഇന്റർവ്യൂ സ്കൂളിലൊക്കെ കുറച്ചാൾ വർക്ക് ചെയ്തു. അങ്ങനെയൊക്കെ അങ്ങ് ജോലിക്ക് പോകാം എന്നുള്ള ഒരു തീരുമാനമായിരുന്നു. അപ്പം നമ്മൾ കോട്ടയത്ത് അങ്ങനെ പിന്നെ വന്ന് കുറച്ച് നാളത്തെ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് പോയിട്ട് കഴിയുമ്പോൾ പിന്നെ നമുക്ക് ജോലിക്കൊക്കെ ശ്രമിക്കാം എന്നൊക്കെ ഉള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പം അങ്ങനെ കോട്ടയത്ത് വന്ന സമയത്ത് നമ്മളിങ്ങനെ ദിവസവും തെറാപ്പി ഒക്കെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു സൈക്കോളജിസ്റ്റുമായിട്ട് എനിക്ക് വളരെ പിന്നെ കമ്പനിയായി. പുള്ളിക്കാരി ട്രിവാൻഡ്രത്തുള്ളതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് പിന്നെ ടിൻസി എന്നായിരുന്നു പേര്. പുള്ളിക്കാരി എനിക്ക് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് എന്നോട് നിന്നു. എനിക്ക് ഇതിനെപ്പറ്റിയൊക്കെ എനിക്കിങ്ങനെ പറഞ്ഞു തരികയും, അപ്പം നമ്മുടെയൊക്കെ പ്രയാസം കാണുമ്പം അവരത്ര ഓപ്പണപ്പായിട്ട് നമ്മളോടൊന്നും സംസാരിക്കത്തൊന്നുമില്ല. എന്നാൽ പോലും കുറേ ഫ്രണ്ട്ലി ആയി കഴിഞ്ഞ് കുറേ നാളൊക്കെ കഴിഞ്ഞ് ഒരു 4-5 മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി എന്നോട് ഇങ്ങനെ സംസാരിച്ചു ഇതിനെക്കുറിച്ചൊക്കെ. അപ്പം ഞാൻ പറഞ്ഞു
എന്ത് തന്നെയാണെങ്കിലും ഇതിനെപ്പറ്റി ഒന്ന് വിശദമായിട്ട് എന്നോടൊന്ന് സംസാരിക്കണം. അത് എന്ത് തന്നെയായാലും, എനിക്ക് വിഷമം ഉണ്ടായാലും അതൊന്നും ടിൻസി കാര്യമാക്കണ്ട. പിന്നെ എനിക്കിതിനെപ്പറ്റി ഒന്ന് സീരിയസ് ആയിട്ടൊന്ന് അറിയണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം പറഞ്ഞു, അപ്പം പിന്നെ എൻ്റെ സീമ വിഷമിക്കുകയൊന്നും ചെയ്യരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞേ അങ്ങനെ ഇല്ല, എന്തായാലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഞങ്ങൾ റെഡി ആയിട്ടായിരിക്കുന്നത്. പക്ഷെ ഇതെന്താണ് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പോക്ക്, ഇത് മാറുന്നതാണോ, അങ്ങനെയൊക്കെ ഞങ്ങൾക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞു. പുള്ളിക്കാരി എന്നോട് വിശദമായിട്ട് ഇതിനെക്കുറിച്ചൊക്കെ പുള്ളിക്കാരിക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു. എല്ലാം പറഞ്ഞു തന്ന് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ ഒരു സെഷൻ അങ്ങോട്ട് മോളെ കൊണ്ട് കയറുവാണ്. ആ സമയത്ത് പിന്നെ എന്നോട് പിന്നെ അതുവരെ ജോലിക്ക് പോകണം എന്നുള്ള ഒരു ഇതിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ പുള്ളിക്കാരി എന്നോട് ഇത്രയും സംസാരിച്ച് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നോട് പറഞ്ഞു, സീമയ്ക്ക് ജോലിക്ക് പോകാതെ ഹസ്ബൻഡ് വരുമാനം കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ജീവിതത്തിന് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല എന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാതിരിക്കുക എന്നോട് പറഞ്ഞു. പിന്നെ സീമയുടെ ഇഷ്ടമാണ്, പക്ഷെ എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത് അവളുടെ കൂടെ സീമ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്കൊരു നല്ല ഇതായിട്ട് തോന്നുന്നു. നമ്മൾ ജോലിക്ക് ആളെ വെച്ച് അങ്ങനെ നോക്കിക്കുവോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ നമ്മൾ തന്നെ നമ്മുടെ കുഞ്ഞിൻ്റെ കാര്യം നോക്കുക, അതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. ആ ഒരു സെഷന് കയറിയ ഞാൻ ഇറങ്ങിയത് ജോലിക്ക് പോകുന്നില്ല എന്നുള്ള ഒരു ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ്. അത്ര കുഞ്ഞിലേ മുതലുള്ള ആഗ്രഹമായിരുന്നു അത്. പക്ഷെ ഒരു നിമിഷ നേരത്തെ അവർ നമുക്ക് തന്ന ഒരു അറിവ്, അതുകൊണ്ട് തന്നെ നമ്മളൊരു 45 മിനിറ്റിൻ്റെ ഒരു സെഷനിൽ ഞാനെടുത്ത തീരുമാനമാണ് ജോലിക്ക് പോകുന്നില്ല എന്ന്. പിന്നെ ഞാൻ ഹസ്ബൻഡിനോടും ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഇതുപോലെയൊക്കെ പുള്ളിക്കാരി പറഞ്ഞു എന്ന് പറഞ്ഞപ്പം അനിയേട്ടനും പറഞ്ഞു, നമുക്ക് തനിക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം പോയാൽ മതി, അല്ലെങ്കിൽ അവളുടെ കാര്യം നോക്ക്. പിന്നീട് ഈ സമയത്തല്ലേ കൂടുതൽ കെയർ ആവശ്യമുള്ളത്. ആ സമയത്ത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമുക്ക് എപ്പോഴും അതൊരു പ്രയാസമായിരിക്കും. അതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാം. അപ്പം അതുകൊണ്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ പിന്നെ എല്ലാം തെറാപ്പികളെല്ലാം കണ്ടിന്യൂസ്ലി ഞങ്ങൾ തെറാപ്പികൾ കൊടുക്കാനും, അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് ഒത്തിരി പറ്റി. പിന്നെ അതിനേക്കാളൊക്കെ ഉപരി ഒരുപാട് കുഞ്ഞുങ്ങളെ നമ്മൾ കണ്ടു. നമുക്കുള്ള ഒരു വലിയ ഒരു ഇതെന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയുമല്ലോ താഴോട്ട് നോക്കണം എന്ന് പറയുമല്ലോ. അപ്പം നമ്മുടെ കുഞ്ഞിനേക്കാൾ വളരെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളെ, ഒരുപാട് കുഞ്ഞുങ്ങളെ കണ്ടു. അത് എനിക്ക് തന്നെ ഭയങ്കര പ്രയാസം തോന്നി. കാരണം എത്ര ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ്. അതൊക്കെ നമുക്ക് കാണുമ്പോൾ നമ്മൾ ഒരുപാട് നമ്മുടെ കുട്ടിക്ക് എന്തൊക്കെ പോസിറ്റീവ് ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കാൻ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതെന്ന് പറയുന്നത് അങ്ങനെയാണ്. നമുക്ക് മുന്നോട്ട് പോകണമല്ലോ ഏതായാലും. അപ്പോൾ ആദ്യ സമയത്തൊക്കെ അങ്ങ് ഭയങ്കര പ്രയാസം തിരിച്ചറിഞ്ഞ സമയത്തും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ആത്മഹത്യയെക്കുറിച്ചും ഒക്കെ ചിന്തിച്ച സമയങ്ങളൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും പറയുമായിരുന്നു എൻ്റെ ഹസ്ബൻഡ്, നമുക്ക് ജീവിക്കാൻ അറിയത്തില്ല, ഇങ്ങനെ ഒരു അവസ്ഥയെ കൂടി ജീവിക്കാൻ അറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പ്രയാസപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും നമ്മൾ ഇത്രയും കുഞ്ഞുങ്ങളെ ഇവിടെ വന്ന് കണ്ട് നമ്മളപ്പം ഓരോ ചില അമ്മമാരൊക്കെ ആണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ള കുഞ്ഞായിരിക്കും, പക്ഷെ അവർ വളരെ ബോൾഡായിട്ട് പെരുമാറുന്നൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് നമ്മളോട് സംസാരിക്കും. പിന്നെ അത് വളരെ നമുക്ക് ദൈവം തന്നത് നമ്മൾ നോക്കും എന്ന് കരുതിയിട്ടായിരിക്കും എന്നൊക്കെ പോലും വിശ്വസിക്കാനും അത് പറയാനും ഒക്കെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള പേരൻസിനെയൊക്കെ നമ്മൾ കണ്ടു. അപ്പം നമ്മൾ അന്നേരമൊക്കെ നമ്മൾ ചിന്തിക്കും, നമ്മുടെ ചിന്ത എന്ത് മോശമായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പോൾ അങ്ങനെ ഒരു ചിന്തയിൽ നിന്നൊക്കെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം പിന്നെ ഷെയർ ചെയ്ത് ഒരുപാട് കൂട്ടുകാരുണ്ടായി അവിടെ. അതാണ് എനിക്ക് വലിയൊരു അനുഗ്രഹമായത്. എന്നെപ്പോലെ ഒരുപാട് പേരൻസ് എനിക്ക് കൂട്ടായിട്ടുണ്ടായി. ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ എല്ലാവരും ഒരേ സമയത്ത് തന്നെ തെറാപ്പി സെഷൻ താമസിച്ചാണെങ്കിലും എല്ലാവരും നേരത്തെ തന്നെ വരും. അപ്പോൾ 9 മണി മുതലാണ് സെഷൻ തുടങ്ങുന്നത്. അപ്പം ഞങ്ങൾ ഈ 11ൻ്റെ സെഷനുള്ളവരും എല്ലാം 9 മണിക്ക് വരും. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഞങ്ങൾ സംസാരിക്കുകയും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ പറയുകയും ഓരോരോ കാര്യങ്ങൾ എങ്ങനെ അവരെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പേരൻസിന് അറിയാവുന്ന പോലെ ആർക്കും അറിയത്തില്ല.
എന്റെയൊക്കെ അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മള് ഇതെല്ലാം ഒരു തിയറിറ്റിക്കൽ ചിന്തയെന്നാണല്ലോ മറ്റു കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പേരൻസ് എന്ന് പറയുമ്പോൾ നേരിട്ട് അനുഭവിക്കുന്നതല്ലേ. അപ്പം പേരൻസിന് അറിയാവുന്ന പോലെ ഇതിനെപ്പറ്റി മറ്റുള്ളവർക്ക് അറിയത്തില്ലെന്നുള്ളതാണ് സത്യം. പിന്നെ അവർക്കൊരു ഗൈഡൻസ് തരാം എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ നമ്മള് ഇപ്പൊ ഇവരുടെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ പല്ല് തേക്കുന്ന കാര്യം മുതൽ നമ്മൾ പഠിപ്പിക്കണം. അല്ലാതെ അവർ തന്നെ അങ്ങനെ ചെയ്യും, അങ്ങനെയുള്ള ഇത് നമുക്ക് വിചാരിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പല്ല് തേപ്പിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയൊക്കെ ആയിരിക്കും അത് ചെയ്യുന്നത്, ബ്രഷ് എങ്ങനെ പിടിപ്പിക്കാം, ഇതെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ അതിൽ നിന്ന് നമുക്ക് ഒത്തിരി ഒത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് വരുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ എനിക്ക് ഞാൻ താമസിക്കുന്ന വീടിൻ്റെ അടുത്ത് ഒരു ബാംഗ്ലൂരിൽ നിന്ന് വരുന്നൊരു അവിടെ ഉള്ള ഒരു മോനെ അവിടെയാണ് വിടുന്നത്. ആ ഒരു ഫാമിലി ഉണ്ടായിരുന്നു. അവരുടെ തറവാട് ഞങ്ങളുടെ വീടിനടുത്തായിരുന്നു. അങ്ങനെ ആ മോൻ്റെ അമ്മയെ എനിക്ക് പരിചയപ്പെടാനിടയായി. അന്ന് അവർ എൻ്റെ വീട്ടിൽ വന്ന് അന്ന് ബാംഗ്ലൂരായതുകൊണ്ട് നിംഹാൻസ് ഒക്കെ അടുത്തുള്ളതുകൊണ്ട് ഏകദേശം ഒരു 25 വയസ്സ് വരെയുള്ള പിന്നെ ഒട്ടിസമുള്ള ആൾക്കാരെയൊക്കെ കുഞ്ഞുങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ട്. അവർക്ക് അതിനെപ്പറ്റിയൊക്കെ നന്നായിട്ട് അറിയാം. വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അപ്പം നമ്മൾ അന്നേരം അവരുമായിട്ട് സംസാരിച്ചെല്ലാം കഴിഞ്ഞപ്പോൾ മോളെ കാണാനൊക്കെ വീട്ടിൽ വന്നു. അതൊക്കെ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, പിന്നെ മോള് നല്ല മിടുക്കി കുട്ടിയാ, അവളെ കാണാൻ അവളുടെ കണ്ണുകൾ കാണുമ്പോൾ നമുക്കറിയാം അവൾ നല്ല മിടുക്കിയ, അവളെ പതുക്കെ പതുക്കെ പഠിപ്പിക്കാനൊക്കെ തുടങ്ങണം. പിന്നെ നമുക്ക് പഠിപ്പിക്കുന്നത് അതുകൊണ്ട് അവർ ജോലി നേടും അങ്ങനെയൊന്നുമല്ല. പക്ഷേ നമുക്ക് അവരുടെ ബ്രെയിൻ എപ്പോഴും പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും. അത് ഒരു ബ്രെയിൻ ഡെവലപ്മെൻ്റൊക്കെ നല്ലതാണ്. അതുകൊണ്ട് പഠിപ്പിക്കുന്ന രീതി അപ്പം ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു, എങ്ങനെയൊക്കെയാണ് മോനെ പഠിപ്പിക്കുന്നത്, അല്ല അവിടെ പഠിപ്പിക്കുന്നതൊക്കെ എങ്ങനെയൊക്കെയാണെന്നൊക്കെ. അപ്പോൾ അതെല്ലാം എനിക്ക് പറഞ്ഞു തന്നു. അപ്പം നമുക്ക് അതെല്ലാം നമ്മൾ ട്രയൽ നടത്താൻ തുടങ്ങി. അത് ഞാൻ പിന്നെ മോളെ വിട്ടുകൊണ്ടിരുന്ന സ്ഥാപനത്തിലും അതെല്ലാം ചെന്ന് അവിടെയുള്ള പേരൻസിനോട് പറയും. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് അങ്ങനെ പഠിപ്പിക്കാനൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ ഞങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഇപ്പം നമ്മൾ പിന്നെ എ എന്നുള്ള അക്ഷരം പഠിപ്പിക്കുക. അപ്പം എ ഫോർ ആപ്പിൾ എന്ന് പഠിപ്പിക്കുമ്പം നമുക്ക് അവരെ അങ്ങനെ പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. അവരത് മനസ്സിലാക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയത്തില്ല. അപ്പം നമ്മൾ ഒരു പേപ്പർ എടുത്ത് ഒരു കാർഡ് പോലെ എടുത്തിട്ട് പിന്നെ ആൻഡ്, ആപ്പിൾ, അങ്ങനെ നമ്മൾ 2-3 വേർഡ്സ് എഴുതിയിട്ട് നമ്മൾ അവരുടെ മുമ്പിലേട്ടിട്ട് കൊടുക്കും. അപ്പം എ ഫോർ ആപ്പിൾ എന്ന് പഠിച്ചു കഴിയുമ്പോൾ എ ഫോർ ആപ്പിൾ എന്ന് പറയുന്നത് ആപ്പിൾ എങ്ങനെ ഏതാണ് എന്ന് ചോദിക്കുന്ന അവരത് എടുക്കാൻ തുടങ്ങും. അപ്പം നമുക്ക് അങ്ങനെയാണ് അവരെ പഠിപ്പിച്ചു തുടങ്ങുന്നത്. അങ്ങനെ അപ്പം ഇവര് പ്രൊനൗൺസിയേഷൻ കേട്ടോണ്ട് ഇവർക്ക് സ്പെല്ല് ചെയ്യാൻ പറ്റും. അത് നമുക്ക് അങ്ങനെയൊന്നും അറിയത്തില്ലായിരുന്നു. അപ്പം ഇതൊക്കെ ഈ പുള്ളിക്കാരി എനിക്ക് പറഞ്ഞു തന്ന പ്രൊനൗൺസിയേഷൻ കേട്ട് അവർക്ക് സ്പെല്ല് ചെയ്യാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ അയ്യോ അത് ഭയങ്കര അതിശയം. അപ്പോഴത്തേക്ക് നമുക്ക് മനസ്സിനൊക്കെ എന്തൊക്കെയോ ചെയ്യാൻ പറ്റും എന്നൊക്കെ ഉള്ളൊരു തോന്നൽ വന്നു. അതുവരെ നമ്മളിങ്ങനെ പോകുന്നു, ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു. കാരണം സ്പീച്ച് ഇല്ലല്ലോ, അപ്പം പറയുന്നതുകൊണ്ട് ഇവരുടെ മനസ്സിൽ നിന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റുന്നില്ലല്ലോ. അതെ. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പതുക്കെ നമ്മൾ ചെയ്തു തുടങ്ങി. അതിനകത്തൊരു നല്ല വ്യത്യാസങ്ങൾ കണ്ടു തുടങ്ങി. പതുക്കെ റൈറ്റിംഗ് ഇതിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അത് നമ്മൾ ബോർഡിലാണ് അവൾക്ക് കംഫർട്ടബിളായിട്ട് എഴുതാൻ പറ്റുന്നത്. ചോക്ക്, പെൻസിലും പേനയൊക്കെ പിടിക്കാൻ ഇച്ചിരി പ്രയാസമാവും ഒക്കെ. അതിനേക്കാളും കംഫർട്ടബിൾ ചോക്ക്, കുറച്ചുകൂടെ കട്ടിയുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു ടച്ച് ഇവിടെ. അങ്ങനെ ഒരുപാട് കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു ടച്ച് കൊടുക്കുമ്പോൾ അവർ എഴുതും. അങ്ങനെ ഒരു രീതിയിലോട്ടൊക്കെ ഭയങ്കര എഴുത്ത് അങ്ങനെയല്ല പറഞ്ഞത്, എന്നാലും അവർക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയ ഒരു രീതികളാണ്. ഇങ്ങനെ ഒരുപാട് എഴുതാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയത്. അല്ലാതെ നമുക്ക് അറിയുന്നില്ലായിരുന്നു. അപ്പം അപ്പോൾ അങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ പിന്നെ ഒരു ടച്ച് ഉണ്ടെങ്കിൽ അത് എഴുതും. അപ്പം നമ്മൾ ഒരു തെലിപ്പതി പോലെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കാണിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാനത് ഐക്കോൺസിൽ ചെന്നപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് കംഫർട്ടബിളായിട്ടുള്ള ആൾക്കാർ ടച്ച് ചെയ്യുമ്പം അവരുടെ രീതിയിൽ എഴുതുന്നു. അതാണ് ശരിക്കും നമുക്കത് മനസ്സിലായത്. അത് കഴിഞ്ഞേച്ച് പിന്നെ ഞാൻ അവിടെ സ്കൂളിൽ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ പലരോടും ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെ അങ്ങോട്ട് ശ്രമിക്കാൻ തുടങ്ങി. ഓൾമോസ്റ്റ് എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതാണ് നമുക്ക്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളിലുള്ള ഒരു
ഒരു കോമൺ ഫാക്ടറായിട്ട് തോന്നിയ ഒരു കഴിവ് അങ്ങനെയാണ്. ചില കുഞ്ഞുങ്ങൾ അമ്മ അടുത്തിരുന്നാൽ മതി, അവർക്ക് അറ്റാച്ച്മെൻ്റ് ഉള്ള ആരാണോ അവർ. അപ്പോൾ അമ്മയാണെങ്കിൽ അമ്മ അടുത്തിരുന്നാൽ മതി. അടുത്തിരിക്കുമ്പോൾ പോലും അമ്മ മനസ്സിലൊരു വേർഡ് വിചാരിക്കുമ്പോൾ ഇവർ എഴുതുന്നു. അതാണ് പിന്നെ അങ്ങനെ പോലും നമുക്ക്. പിന്നെ നമ്മൾ പല രീതിയിൽ നോക്കി, വിക്സിൻ്റെ കുപ്പി എടുത്ത് ഇവിടെ വെച്ച് കൊടുത്ത് അങ്ങനെ നോക്കി, അങ്ങനെ ഒരു പല പല കാര്യങ്ങൾ. അപ്പം ഞങ്ങൾ പേരൻസ് എല്ലാം കൂടെ ഇരുന്ന് സംസാരിച്ചാണ് ഈ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് ഇതൊരു എന്താ നമുക്ക് മനസ്സിനൊക്കെ സന്തോഷമായി. പിന്നെ നമ്മൾ പിന്നെ 6 വയസ്സൊക്കെ 7 വയസ്സൊക്കെ ആയതിന് ശേഷം നമ്മൾ നോർമൽ സ്കൂളിൽ വിട്ടു. അപ്പം അതൊരു ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ വിട്ടത്. പക്ഷേ നമുക്കതൊന്നും വലിയ എഫക്റ്റീവായിട്ട് ഞങ്ങൾക്ക് തോന്നിയില്ല കേട്ടോ. ഞാനും ഞങ്ങളുടെ കുറേ തിയറിറ്റിക്കലായിട്ട് പറയുന്നുണ്ട്, നോർമൽ കുട്ടികളുടെ ഇടയിൽ എത്തിയാൽ അവരുടെ ബിഹേവിയർ ഇവർ കണ്ട് മനസ്സിലാക്കും, അങ്ങനെ അവർക്ക് ചേഞ്ച് വരുന്നു. പക്ഷെ അത് നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് തോന്നിയില്ല. നമുക്ക് തോന്നിയില്ല. നമ്മുടെ അനുഭവത്തിൽ അങ്ങനെ. ഒന്നാമത് അവിടെ ടീച്ചേഴ്സ് പഠിപ്പിക്കുമ്പം ഓരോ ടീച്ചേഴ്സ് 45 മിനിറ്റ് ഒരു ക്ലാസ്സിലുള്ളൂ. അവർക്ക് പോർഷൻ തീർക്കണം, പിള്ളേരുടെ പരീക്ഷയുണ്ട്, റിവിഷൻ, ഒത്തിരി കടമ്പകൾ അവർക്ക് കടന്നു പോയെങ്കിലേ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മുടെ കുഞ്ഞിനെ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പറ്റുന്ന രീതിയിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അടുത്ത് വന്ന് എന്തെങ്കിലും ഒന്ന് ചോദിക്കുവോ, ഒരു ഗുഡ് മോർണിംഗ് പറയുവോ, പിള്ളേരെ കൊണ്ടൊന്ന് ഗുഡ് മോർണിംഗ് അവരോട് പറയിപ്പിക്കുകയോ ഒക്കെ അവരെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത്രയൊക്കെ നമുക്ക് പ്രതീക്ഷിച്ചാലും പറ്റത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞേച്ച് പിന്നെ ഞാനൊരു 7ാം ക്ലാസ് വരെയൊക്കെ ഞാൻ അങ്ങനെയൊക്കെ കൊണ്ടുപോയി. അത് കഴിഞ്ഞേച്ച് ഞാൻ പതുക്കെ പിന്നെ ഇവിടേക്ക് ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് മാറ്റി. ശരിക്കും പറഞ്ഞാൽ അവിടെ ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു. അവരുടെ കൂടെ മിങ്കിൾ ചെയ്തത് മോക്ക് നല്ല ഒരു അനുഭവം. കാരണം ആ പിള്ളേരോടൊക്കെ ഒരു ഭയങ്കര സ്നേഹവും അങ്ങനെയൊക്കെ. പിന്നെ പിള്ളേർക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ അവർ സംസാരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് പഠിത്തത്തിൽ മാത്രമുള്ള ഒരു കുറവല്ലേ ഉള്ളൂ, ബാക്കി രീതിയിലെല്ലാം അവർ ഏകദേശം നോർമൽ ബിഹേവിയർ ആണ് എല്ലാ കുട്ടികൾക്കും. അപ്പം അവരൊക്കെ ഇവളെ കൂടുതൽ കെയർ ചെയ്യാനും ഞാനൊക്കെ പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ അവിടെ നിൽക്കുമായിരുന്നു. ഞാൻ ആ സ്കൂളിൽ നിന്നിട്ട് വൈകുന്നേരം അവളെ വിളിച്ചുകൊണ്ട് ഞാൻ വരുവുള്ളായിരുന്നു. പക്ഷെ പിന്നെ പതുക്കെ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടായി. ആ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ പറയും മിന്നുവിനെ കൂടെ നോക്കിക്കോണേ എന്നൊക്കെ പറയുമ്പം അവർ നല്ലോണം അത് ശ്രദ്ധിക്കുമായിരുന്നു. അവിടെ ഒരു കുറേ കാര്യങ്ങളൊക്കെ ചെയ്യിക്കുമായിരുന്നു. പിന്നെ കുറേ ഈ കുക്കിങ്ങും അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കുക്കിങ്ങൊന്നും നമുക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ അവിടെ കളരി അങ്ങനെയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോടൊക്കെ കുറച്ചൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. എന്നിട്ടൊരു അവിടുത്തെ ഒരു സ്റ്റേജ് പെർഫോമൻസ് നടത്തിയപ്പം വലിയ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും അവളെ കൂടെ കളരിയുടെ വേഷമൊക്കെ ഇടിയിച്ച് അങ്ങനെ സ്റ്റേജിലൊക്കെ കയറ്റുകയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് അവളുടെ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്കുള്ള ഒരു ചുവടുവയ്പ്. ഇപ്രാവശ്യം നമുക്ക് അതുവരെ പറയാം. അടുത്ത പ്രാവശ്യം നമുക്ക് അതിനെക്കുറിച്ചും അവളുടെ മറ്റ് കുറേ ടാലൻറ്റിനെ കുറിച്ചും ഒക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യണം. ഇതെല്ലാവർക്കും ഒരു പിന്നെ എന്താ ഇതെന്താണ് കുട്ടികളുടെ മാതാപിതാക്കൾക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ അത് മാത്രമല്ല നമ്മൾ അല്ലാത്തവരും ഇതൊക്കെ ഒന്ന് അറിയണം. ഇതെന്താണ് ഈ അവസ്ഥ എന്നൊക്കെ ഒന്ന് അറിയാൻ എന്നെപ്പോലുള്ള ഒത്തിരി പേരൻസ് ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ഓട്ടിസം എന്താണ് എന്ന് കേട്ടാൽ ഒരുപാട് പേർക്ക് അറിയാം. ഇപ്പം പിന്നെ സുരേഷ് കുട്ടനൊക്കെ വന്നതോടുകൂടി ഒരുപാട് പേർക്ക് ഒരു അവയർനെസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരുപാട് പേർക്ക് ഇതിനെക്കുറിച്ചൊക്കെ അറിയട്ടെ, എല്ലാവരും ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്യട്ടെ എന്നൊക്കെ ആഗ്രഹിച്ചാണ് ഇതൊക്കെ പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഞങ്ങളുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഞങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. പിന്നെ കമൻസ് ഒക്കെ അറിയിച്ച് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ഞങ്ങളെ അറിയിക്കുക. താങ്ക് യു.